So glad to meet you all again. So welcome back to our channel. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സൺ ദി അൾട്ടിമേറ്റ് സോഴ്സിൻ്റെ പാർട്ട് 3യുടെ വീഡിയോ ആണ്. ഇനി നമ്മൾ എന്താ പറയുക ടെമ്പറേച്ചറിൻ്റെ ബാക്കി ഭാഗം ഐസോതേംസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് എടുക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ഇവിടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഞാൻ പറഞ്ഞു തരും. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒരു കൊച്ചിയിലും തിരുവനന്തപുരത്തിൻ്റെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു അല്ലേ, അത് ഓൾറെഡി എളുപ്പമാണ്. അതിങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഫോമിലൊക്കെ ടെക്സ്റ്റിലുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സിമം മിനിമം ടെമ്പറേച്ചറിൻ്റെ ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വട്ടം കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് ചെയ്ത് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതിൽ കൊടുത്തിരിക്കുന്ന ആദ്യ ചോദ്യം കണ്ടില്ലേ, അത് ഓൾറെഡി അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നാണ്. അതിൻ്റെ ഉത്തരമാണ് ഇനി വരുന്നത്. ഇനി വരുന്ന 2 പേജുകൾ. ഓക്കെ, ഇതതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. ഈ ഉത്തരം കഴിഞ്ഞിട്ടില്ല, ഇതതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. താഴെ കാണുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ്. ഇനി നമ്മുടെ ഏത് പേജിൽ, നമ്മുടെ 11th പേജിൽ ആ ഒരു കൊച്ചി തിരുവനന്തപുരത്തിൻ്റെ ഡ്യൂറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. എല്ലാവരും ശരിയാണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യത്തെ കോളം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ആദ്യത്തെ കോളം തിരുവനന്തപുരത്തിൻ്റെയാണ് ആ ഒരു കോളം, പിന്നത്തെ അപ്പുറത്തെ കോളമാണ് നമ്മുടെ കൊച്ചി. എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ഥലങ്ങളിലെ മാക്സിമം മിനിമം ടെമ്പറേച്ചറും ഡ്യൂറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും ടെക്സ്റ്റ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഉത്തരം ശരിയാണോന്ന് കേട്ടോ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ആ മാക്സിമം മിനിമം തെർമോമീറ്ററിൻ്റെ ഭാഗം നിങ്ങൾ വായിക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ വെറുതെ വായിച്ച് വയ്ക്കുക. അത് എക്സാംസിനൊന്നും അങ്ങനെ വരില്ല. നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. അത് നിങ്ങൾ ആ പേര് പഠിക്കണം. ഓക്കെ, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വെറുതെ ഒന്ന് വായിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് ക്യാൻ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. ഹിയർ വി ക്യാൻ സീ എ മാപ്പ് ദാറ്റ് ഈസ് ഫിഗർ 0.15. Here you can see smooth curved lines connecting the places having equal temperature. ഇവിടെ നമുക്ക് കുറച്ച് കർവ്ഡ് ലൈൻ കാണാം. അതായത് ഈക്വൽ ടെമ്പറേച്ചർ ഉള്ള സെയിം ആയിട്ടുള്ള താപനിലയുള്ള സ്ഥലങ്ങൾ നമുക്ക് മാർക്ക് ചെയ്തത് കാണാം. അതൊരു കർവ്ഡ് ലൈൻ്റെ രൂപത്തിലാണ് ഇങ്ങനെ കർവ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഈ അറ്റത്ത് 32 ആണെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് 32 കാണാം. അപ്പോൾ അതൊരു നമ്മൾ കർവ്ഡ് ലൈൻ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. This is the method used to represent the distribution of temperature in maps. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോതേംസ്. അതായത് ഇങ്ങനൊരു വരകൾ നമ്മൾ സങ്കല്പിച്ച് ചെയ്യണതാണ്. ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ ഒരു കർവ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ വരച്ചെടുക്കണതാണ്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഐസോതേംസ്. യു നോ ദ ടെമ്പറേച്ചർ വാരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓൺ ദ എർത്ത് സർഫേസ്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദിസ്. നമുക്കറിയാം എർത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറും തോറും പല പല ടെമ്പറേച്ചർ ആയിരിക്കും. ഇതിൻ്റെ റീസൺസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ദർ ആർ മെയിൻലി 4 ഫാക്ടേഴ്സ്. അതായത് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷ്യൻ, വിൻഡ്. അതിൽ ആദ്യത്തെ ആളാണ് ഓൾട്ടിറ്റ്യൂഡ്. വി ഹാവ് സ്റ്റഡിഡ് ദാറ്റ് സൺലൈറ്റ് ഈസ് മോസ്റ്റ് ഇൻറ്റൻസീവ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻസ്. നമുക്ക് മാപ്പിൽ ഫിഗർ 0.16 കുറച്ച് ട്രോപ്പിക്കൽ റീജിയൻസ് കാണാം. ആ ഭാഗത്ത് സൺലൈറ്റ്, സൂര്യപ്രകാശം വളരെ കൂടുതലായിരിക്കും. ദ റീജിയൻ റിസീവ്സ് മോർ എനർജി ആസ് ദ സൺ റേസ് ആർ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. ഈ റീജിയനിൽ സൂര്യൻ്റെ വെളിച്ചം, ആ ഒരു ചൂട് കുറേ എനർജി റിസീവ് ചെയ്യും. കാരണം ചിലത് വെർട്ടിക്കൽ ഭാഗങ്ങളാണ്, കൂടുതൽ വെർട്ടിക്കലായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതൽ എനർജി അല്ലെങ്കിൽ കൂടുതൽ സൺലൈറ്റ് ട്രോപ്പിക്കൽ റീജിയൻസിൽ വരുന്നത്. സോ ദർ ഇസ് വൺ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫ്രിജിഡ് സോൺസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു ഫിഗർ 1.6 എന്നൊരു മാപ്പ് കാണാം അല്ലേ.
അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, മാപ്പും ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടൊക്കെ. ഞാൻ പ്രത്യേകിച്ചത് പറയുന്നില്ല. നമുക്ക് അതിന് മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെമ്പറേച്ചറും ഫ്രിഡ്ജിഡ് സോണായിട്ട് നമ്മുടെ എർത്തിൻ്റെ ഈ ഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സൂര്യപ്രകാശം ഈ 2 സോണുകളിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദ്യം. ആൻസർ നിങ്ങൾ ആ ഫിഗർ നോക്കിയിട്ട് വേണം പറയാൻ. ദ റീജിയൻസ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമുക്കറിയാം ഹെമിസ്ഫിയർ എങ്ങനെ തിരിക്കുന്ന എർത്തിനെ 2 പകുതിയാക്കിയിട്ട് മുകളിലുള്ള ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറും താഴെയുള്ളത് സദേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ നമുക്കവിടെ ആ മാപ്പിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളൊക്കെ കാണാം. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് അന്റാർട്ടിക് സർക്കിൾസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ആർ ദ ടെമ്പറേച്ചർ സോൺസ്. ഏതൊക്കെയാണ് ടെമ്പറേച്ചർ സോൺസ്? അതായത് ടെമ്പറേറ്റ് സോൺസ് എന്നാണ്. ടെമ്പറേച്ചർ അല്ല, ടെമ്പറേറ്റ് ആണ്. ടെമ്പറേറ്റ് സോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ടെമ്പറേറ്റ് സോൺസിലാണ് പെടുന്നത്. ഇത് മുകൾ ഭാഗത്തുണ്ടായിരിക്കും, താഴ്ഭാഗത്തുണ്ടായിരിക്കും ടെമ്പറേറ്റ് സോൺ. ഇതൊക്കെ നമുക്ക് ആ മാപ്പിൽ കാണാം. ദ സ്ലാൻഡിങ് സൺറൈസ് ഫോൾ ഓൺ ടെമ്പറേറ്റ് സോൺസ്. ചെരിഞ്ഞിട്ടുള്ള സൂര്യപ്രകാശങ്ങൾ, ആ കിരണങ്ങളായിരിക്കും ഇവിടെ വന്ന് പതിക്കുക. സോ ലെസ് ഹീറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ. അതുകൊണ്ട് തന്നെ ടെമ്പറേറ്റ് സോണിൽ വളരെ കുറഞ്ഞ ചൂട് കിട്ടുള്ളൂ. ദ സമ്മർ ഈസ് വാം, മൈൽഡ് ആൻഡ് കംഫർട്ടബിൾ, ബട്ട് ദ വിൻ്റർ ഈസ് സിവിയർ. ഈ സൂര്യപ്രകാശം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇവിടെ വീഴുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചൂടാണ് ഇവിടെ എക്സ്പീരിയൻസ് ആവുക. സമ്മർ കാലം നല്ല അടിപൊളി കാലമായിരിക്കും. പക്ഷേ വിൻ്റർ കാലം എന്തായിരിക്കും? വളരെ അസഹനീയമായിരിക്കും. സഹിക്കാൻ പറ്റാത്ത മാതിരി തണുപ്പുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്രിഡ്ജിഡ് സോണിൻ്റെ നോക്കണം. ഇനി ഫ്രിഡ്ജിഡ് സോണാണ്. ദ റീജിയൻസ് ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് നോർത്ത് പോൾ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ആൻഡ് സൗത്ത് പോൾ ആർ ദ ഫ്രിഡ്ജിഡ് സോൺ. ഏതൊക്കെയാണ് ആ സോൺ എന്നാണ് ഇവിടെ പറയുന്നത്. ഹിയർ ദ സൺറൈസ് ആർ വെരി മച്ച് ഇൻക്ലൈൻഡ്, സോ ദ ഹീറ്റ് റിസീവ്ഡ് ബൈ ദിസ് റീജിയൻ ഈസ് കമ്പാരിറ്റീവ്ലി വെരി ലോ. ഇൻക്ലൈൻഡ് നമുക്കറിയാം. ഇൻക്ലൈൻഡ് നമ്മളിങ്ങനെ റാമ്പൊക്കെ കയറേണ്ടത് നമ്മൾ ഇൻക്ലൈൻഡ് സാധനം ഉപയോഗിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ 5th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇൻക്ലൈൻഡ് പ്ലെയിനൊക്കെ. അപ്പോൾ ഇവിടെ സൺറൈസ് ഇൻക്ലൈൻഡ് രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് ഈ ഭാഗം വളരെ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് വെരി ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടെമ്പറേറ്റ് സോണിലും ഫ്രിഡ്ജിഡ് സോണിലും സൺലൈറ്റ് വിതരണം ചെയ്യപ്പെടുന്നത്. ഇനി നമുക്കിവിടെ ഒരു മാപ്പ് കാണാം. ഇവിടെ ഇത് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യണം. ഇത് നിങ്ങൾ വരച്ച് നല്ലോണം പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് നോർത്ത് പോളും സൗത്ത് പോളിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നേരെ വരുന്നത് ഓഫ് ദ സൺറൈസ് ബിക്കംസ് മോർ ഇൻക്ലൈൻഡ് ഓൺ അപ്രോച്ചിങ് ദ പോൾസ്. പോൾസ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും 90 ഡിഗ്രി. അവിടെ എത്തുമ്പോൾ കൂടുതൽ എർത്ത് റൗണ്ട് ആയതുകൊണ്ട് തന്നെ സൺറൈസിന് കൂടുതലായിട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പതുക്കെ അങ്ങനെ ചെരിഞ്ഞ് ഒരു രീതിയിലാണ് വരുന്നത് പോൾസ് എത്തുമ്പോൾ. അപ്പോൾ there occurs more energy loss as the sun's rays have to travel more through the atmosphere owing to the inclination. ഇൻക്ലിനേഷൻ കാരണം അവിടുത്തെ സൺറൈസിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു അല്ലേ. നമ്മൾ മറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടോ, നിങ്ങൾ ആരാമാർക്ക് കണ്ടാൽ കുറവുള്ളൂ. എന്നാൽ നമ്മുടെ പോൾസ് എത്തുമ്പോൾ കണ്ടോ എന്തോരം ഇതിലാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ എനർജി കുറയും. അതുകൊണ്ട് തന്നെ പോൾസിലെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ചൂട് എത്താൻ വളരെ നേരം വൈകും. അതേപോലെ തന്നെ അത് വളരെ കുറവായിരിക്കും. ഇൻക്ലിനേഷൻ കാരണമാണ് കേട്ടോ. ഇനി നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു ഫസ്റ്റത്തെ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ദെൻ ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് ഓഫ് ദ ലാൻഡ്. ഉയരം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഉയരം കൂടും തോടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. We have already studied that the temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. What is this process called? ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? നോർമൽ ലാപ്സ് റേറ്റ്. നമ്മൾ 8ൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതായത് ഓരോ 165 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഡിഗ്രി പെർ സെൽഷ്യസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദ ടെമ്പറേച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി ലോ അറ്റ് പ്ലേസസ് സിറ്റുവേറ്റഡ് മച്ച് അബവ് ദ സീ ലെവൽ. ഒരു കടലിൻ്റെ ഉയരത്തിനേക്കാളും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്തായിരിക്കും ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം കണ്ടോ നിങ്ങൾ, കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ. അതിൻ്റെ ഉത്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഒരു പ്രോബ്ലം ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തതൊന്ന് ചെയ്യാനുണ്ട്. പേജ് നമ്പർ 13 നമുക്കിങ്ങനെ ഒരു മൗണ്ടെയിൻ്റെ പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ വരച്ചിട്ടുണ്ട്. മൗണ്ടെയിൻ്റെ പിക്ചർ ഫിഗർ 1.7. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതേ ഫിഗർ 1.7 നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ അറ്റ് ദ പ്ലേസ് മാർക്ക്ഡ് ഇൻ ദ ഡയഗ്രാം അസ്യൂമിംഗ് ദ സീ ലെവൽ ടെമ്പറേച്ചർ ആസ്
30°C. നമുക്ക് ഈ മാർക്ക് എയുടെ, അതായത് ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഓൾട്ടിറ്റ്യൂഡ്, മീറ്ററിൽ ഓൾട്ടിറ്റ്യൂഡ് എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ 500, 1000, 1500, 1650 കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ ഭാഗത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എ പാർട്ടിൽ ഒരാൾ നിൽക്കാൻ നോക്കി. അപ്പോൾ അല്ലെങ്കിൽ ആ എ ഭാഗം എത്രയാണ് അവിടുത്തെ ടെമ്പറേച്ചർ, ഇവിടെയുള്ള ഒരാൾ ഈ സ്ഥലത്തെ ടെമ്പറേച്ചർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് സീ ലെവൽ ടെമ്പറേച്ചർ ആസ് 30°C. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉപയോഗിച്ചിട്ടാണ്. നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. ട്രോപ്പോസ്ഫിയർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1°C പെർ 165 മീറ്റർ. അതായത് ഓരോ 165 മീറ്റർ കൂടുന്നതിനനുസരിച്ച് ഓരോ °C വീതം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. ഇവിടെ നമുക്ക് എ പോയിന്റിലത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1650 മീറ്റർ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ് 1°C പെർ 165 മീറ്റർ. അപ്പോൾ ഈ 1650 ആണ് അവിടുത്തെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര ഇതിൽ വെച്ചിട്ടാണ് കുറയണത്? ഓരോ 165ലും 1°C ആണ് കുറയണത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 165 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10°C കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സീ ലെവൽ ടെമ്പറേച്ചർ ആസ് 30°C. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 10°C ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമ്മുടെ സീ ലെവലിന്റെ 30° തന്നിട്ടുണ്ടല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യുക? 30°യിൽ നിന്ന് 10° കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 20°C. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? 20°C. ഏത് പ്രോബ്ലം വന്നാലും അവിടെ എന്താണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതിവിടെ എഴുതാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. അതിലത്തെ 165 നമ്മൾ ഡിവൈഡ് ചെയ്യുക, കിട്ടും നമുക്കൊരു ഉത്തരം. പിന്നെ നമുക്ക് സീ ലെവലിന്റെ കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. The next question, the temperature experienced in places like Idukki, Wayanad is lower than that of the neighboring district എറണാകുളം ആൻഡ് കോഴിക്കോട് റെസ്പെക്റ്റീവ്ലി. വൈ? നമുക്ക് ഇടുക്കി വയനാട് സ്ഥലങ്ങളിലൊക്കെ വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള വളരെ കുറഞ്ഞ ടെമ്പറേച്ചറാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇവരുടെ നൈബറിംഗ് ഡിസ്ട്രിക്റ്റായ എറണാകുളത്തിനെയും കോഴിക്കോടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഈ കാരണം എന്നുള്ളതാണ് ചോദ്യം. വി ക്യാൻ ഡിസ്കസ് ദ ആൻസർ നമുക്ക് പോയിന്റ് ആയിട്ട് പഠിക്കാം. ഇടുക്കി ആൻഡ് വയനാട് ആർ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട് സോൺ. വെസ്റ്റേൺ ഗട്ട് നിങ്ങൾക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇത് രണ്ടുപേരും അവിടെയാണ് വരുന്നത്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ആസ് ദിസ് റീജിയൻസ് ഹാവ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ദ ടെമ്പറേച്ചർ ദർ ഈസ് വെരി ലോ. ഈ രണ്ട് സ്ഥലങ്ങളിൽ വളരെ ഉയരക്കൂടുതലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. എറണാകുളം ആൻഡ് കൊച്ചി കോഴിക്കോടാണ് ആർ ലൊക്കേറ്റഡ് ഇൻ എ ലോ ഓൾട്ടിറ്റ്യൂഡ്. ഇവർ ഉയരം കുറവുള്ള സ്ഥലങ്ങളിലാണ് മെയിൻലി ഇവർ വരുന്നത്. കൊച്ചിയായാലും ഒക്കെ തന്നെയാണ്. സോ ദിസ് ഡിസ്ട്രിക്ട് എക്സ്പീരിയൻസ് മോർ ടെമ്പറേച്ചർ. ഉയരം കുറവായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ്. വെൻ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ദ തേർഡ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഈസ് നിയർനെസ് ഓഫ് ഓഷ്യൻ. കടലുകൾ അടുത്തുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ നോക്കുന്നത്. ഹിയർ you can see a table showing the temperature related the data of some cities in India. ഇന്ത്യയിലത്തെ കുറച്ച് സിറ്റീസും അവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടിവറിനുള്ള റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, തിരുവനന്തപുരം, ബംഗളൂരു മീൻസ് ബാംഗ്ലൂർ, ഡൽഹി ആൻഡ് ഗോവ. മാക്സിമം ടെമ്പറേച്ചർ കണ്ടോ, മിനിമം ടെമ്പറേച്ചർ കണ്ടില്ലേ, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടു. ഇവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തിരുവനന്തപുരത്തിൻ്റെ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നോക്ക്, 5°C. ഗോവ 6°C. ബാംഗ്ലൂരു 12°C. ഡൽഹി 17°C.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ മാറാൻ കാരണം? ഇന്ത്യയിലെ തന്നെ സ്ഥലങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും മാറാൻ കാരണം? ആൻസർ ഈസ് നിയർനെസ് ഓഫ് ഓഷ്യൻ. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദ given below paragraph says about that. The diurnal range of temperature is very high for Delhi and Bangalore, whereas it is very low for Thiruvananthapuram and Goa, isn't it? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. It can be referred that the range of temperature will be high at the places away from the sea and vice versa. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, തിരുവനന്തപുരം ഗോവയുടെ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അതന്നെ കടലുകളുണ്ട് അല്ലേ. നമുക്കറിയാം ഇന്ത്യയുടെ ഈ ഭാഗങ്ങളിലായിട്ട് മൂന്ന് സീസ് കാണാം നമുക്ക്: ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ. അപ്പോൾ തിരുവനന്തപുരം ഗോവയുടെ അവിടെയൊക്കെ കടലുള്ളത് കൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഡൽഹിയുടെയും ബാംഗ്ലൂരിൻ്റെ അവിടെയും കടലില്ലാത്തത് കൊണ്ട് ടെമ്പറേച്ചർ വളരെ കൂടിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ടെമ്പറേച്ചർ റിമൈൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദ സീയുടെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ ഇങ്ങനെ മോഡറേറ്റ് ആയിട്ടിരിക്കും, കൂടുകയോ കുറയോ ചെയ്യാതെ. ഓക്കെ, the reason for this is because the heating of land causes wind to blow from sea to land and cooling of land causes wind to blow from land to sea. നിങ്ങൾ ലാൻഡ് ബ്രീസ് പഠിച്ചിട്ടില്ലേ? അതായത് ലാൻഡ് ചൂടാവുന്നത് എന്തുകൊണ്ടാണ്? വിൻഡ് സീയിൽ നിന്ന് ലാൻഡിലേക്ക് വീശുന്നത് കൊണ്ടും, ലാൻഡ് കൂളാവുന്നത് വിൻഡ് ലാൻഡിൽ നിന്ന് സീയിലേക്ക് വീശുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ദ തേർഡ് ഫാക്ടർ ഈസ് നിയർനെസ് ഓഫ് ഓഷ്യൻ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ജനറലി കേരള റിസീവ്സ് മോഡറേറ്റ് ടെമ്പറേച്ചർ. വൈ? കേരള മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ് റിസീവ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എന്നുള്ളതാണ്. ആൻസർ ഈസ് ഇറ്റ് ക്യാൻ ബി റെഫർഡ് ദാറ്റ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് വിൽ ബി high at places away from the sea and vice versa. Temperature remains moderate at the places close to the sea. This is because the heating of land causes wind to blow from sea to land and cooling of land causes wind to blow from land to sea. നമ്മൾ പഠിച്ചതാണിപ്പോൾ. Since Kerala is located near to sea, the state experiences moderate temperature. കേരളയുടെ അടുത്ത് എന്തുണ്ട്? നമുക്കറിയാം അറേബ്യൻ സീ ഉണ്ട്, അതുപോലെ താഴെയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഓഷ്യൻ കാണാം. അതുകൊണ്ട് തന്നെ വളരെ മോഡറേറ്റഡ് ടെമ്പറേച്ചറാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദ ഫോർത്ത് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഈസ് വിൻഡ്, കാറ്റ്. ഒബ്സർവ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോട്ട് വിൻഡ് ഇൻ ഡൽഹി, കോൾഡ് വിൻഡ്, പാലക്കാട് ബേൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദ വാം ആൻഡ് ദ കോൾഡ് വിൻഡ് ക്യാൻ റെസ്പെക്റ്റീവ്ലി റൈസ് ഓർ ലോവർ ദ ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ പ്ലേസസ് ത്രൂ വിച്ച് ദേ പാസ്. വിൻഡ്, അതായത് വാമായിട്ടുള്ള വിൻഡ് എന്ത് ചെയ്യും? വാമായിട്ടുള്ള വിൻഡും അതേപോലെ തണുത്ത കാറ്റും എന്ത് ചെയ്യും? ഒരേപോലെ ഉയർത്തുകയും ടെമ്പറേച്ചർ ഉയർത്താനും, വാമ് കോൾഡ് വിൻഡുകൾക്ക് ടെമ്പറേച്ചറുകൾ ഉയർത്താനും അതേപോലെ തന്നെ കുറയ്ക്കാനുമായിട്ടുള്ള കഴിവുണ്ട്. അവർ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ എന്തിനും കൂടി ബേസ് ചെയ്യും? വിൻഡിൻ്റെയും ബേസ് ചെയ്തിട്ടാണ്. കോൾഡ് വിൻഡാണെങ്കിൽ അത് ടെമ്പറേച്ചർ കുറയും, വാം വിൻഡാണെങ്കിൽ ടെമ്പറേച്ചർ കൂടും. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വന്നെന്ന് വരാം. So here we learn that the temperature of a place vary in accordance with its latitudinal location, altitude, nearness to sea, winds, etc. So today we are only taking this much. Watch this video completely, and on the next day we can discuss global distribution of temperature and water in the atmosphere. Okay, in part 4. So till then, tada bye bye, see you and thanks for watching.